കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഡൽഹിയിൽ AICC ഓഫീസിലെത്തി. കേരള ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തി. KPCC ഭാരവാഹിത്വം നൽകുമെന്ന് സൂചന. ചർച്ചയിൽ ബെന്നി ബെഹനാൻ MPയും പങ്കെടുത്തു. ഉപാധി വെച്ച് പാർട്ടിയിൽ ചേർന്ന വ്യക്തിയല്ല താനെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്തായാലും നിർവഹിക്കുമെന്നും സന്ദീപ് വാര്യർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പോൾ AICC ഓഫീസിൽ പോയിരുന്നു. ദീപാദാസ് ജിയെ കണ്ടു, രമേശ് ചെന്നിത്തല ജി ഉണ്ടായിരുന്നു, അവരെ കണ്ടു. ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ആയിട്ടില്ല. എന്തായിരിക്കും സന്ദീപിന്റെ റോള്? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പ്രീ കണ്ടീഷൻ വെച്ച് വന്ന ഒരാളല്ല. പാർട്ടി എന്ത് പറയുന്നു അത് അനുസരിക്കും. സംസ്ഥാന തലത്തിലോ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യും. പാർട്ടി ആരൊക്കെയാണോ കാണാൻ പറയുന്നത് അവരൊക്കെ കാണും. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം AICC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നേതാക്കളെയൊക്കെ കാണാനായിട്ട്. അദ്ദേഹത്തിന് നിർണായകമായ ചുമതലകൾ തന്നെ നൽകുമോ? എന്താണ് സൂചന? സ്വാതി, AICC ആസ്ഥാനത്തെത്തിയത് നേതാക്കളുമായി ചർച്ച നടത്താനാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. 3 ദിവസമെങ്കിലും ഡൽഹിയിൽ ഉണ്ടാവുമെന്നാണ് നമ്മളോട് സന്ദീപ് വാര്യർ പറഞ്ഞത്. ഏതായാലും സന്ദീപ് വാര്യരെ സംബന്ധിച്ചോളം AICC KPCC സെക്രട്ടറി സ്ഥാനമോ അല്ലെങ്കിൽ KPCC ഭാരവാഹിത്വം ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വെച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി നിർദ്ദേശം അനുസരിച്ചാണ് ഡൽഹിയിലെത്തി AICC നേതാക്കളെ കാണുകയും ചെയ്യുന്നത്. ദീപാദാസ് മുൻഷിയുമായിട്ട് 1 മണിക്കൂറിലേറെയാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. കേരളത്തിൽ നിന്നുള്ള MP ബെന്നി ബെഹനാനും ഉണ്ടായിരുന്നു. ബെന്നി ബെഹനാൻ വഴിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തുന്നത് BJPയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് ഒരു നല്ലൊരു ചുമതല AICCയിൽ നിന്ന് KPCC ഭാരവാഹിത്വത്തിൽ നിർത്താനുള്ള ഒരു ചുമതല തന്നെ ബെന്നി ബെഹനാനുണ്ട്. ഇത് ഇന്നലെ KC വേണുഗോപാലുമായിട്ട് ബെന്നി ബെഹനാൻ ഇന്നലെ രാത്രി ചർച്ച നടത്തിയിരുന്നു. എന്തായിരിക്കണം സന്ദീപ് വാര്യർക്ക് നൽകേണ്ട ചുമതല കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയിൽ എന്ന കാര്യം. കാരണം സന്ദീപ് വാര്യരെ സംബന്ധിച്ചോളം സന്ദീപ് വാര്യർക്ക് ഒരു സംസ്ഥാന നേതാവാണ്, BJPയുടെ സംസ്ഥാന നേതാവാണ്. അതുകൊണ്ട് തന്നെ BJPയിൽ കിട്ടാത്ത BJPയിൽ അവഗണന ആരോപിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെന്നത്. അപ്പോൾ കോൺഗ്രസിലും ഉടനെ എന്തെങ്കിലും ഭാരവാഹിത്വം ലഭിച്ചില്ലെങ്കിൽ ഇതേ അവഗണന കോൺഗ്രസിലും തുടരുന്നു എന്ന് BJP ആരോപിക്കും. ഏതായാലും അത് ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് KPCCയിൽ ഒരു ഭാരവാഹിത്വം നൽകുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ KPCCയുടെ ഏത് ഭാരവാഹിത്വമായിരിക്കും അത് ലഭിക്കുക എന്നത് 2 ദിവസം കൊണ്ട് നമുക്കറിയാൻ കഴിയും. ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ദീപാദാസ് മുൻഷിയും ഇത് സംബന്ധിച്ച അത്തരമൊരു സൂചനയാണ് നമുക്ക് നൽകിയത്. കോൺഗ്രസിൽ വരുന്ന ഒരാൾ പോലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് ദീപാദാസ് മുൻഷി നമ്മോട് പറഞ്ഞത്. സംഗീത. ശരി ശരത് ലാൽ.